സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. യേശു ലോകത്തിൻ്റെ പ്രകാശമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ഒന്ന് നിന്നുപോയേക്കാം. എൻ്റെ ജീവിതാനുഭവത്തിലും മറ്റുള്ളവരുടെ ജീവിതാനുഭവത്തിലൂടെയൊക്കെ വലിയ പ്രതിസന്ധിയിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഓരോ പ്രതിസന്ധിയും നമ്മെ മുൻപോട്ട് പോകുവാനുള്ള യാത്രയിൽ ലേശം തടസ്സം നേരിടിപ്പിച്ചേക്കാം. നമ്മുടെ മുൻപിലല്ല വഴി, മനസ്സിലാണ് വഴി എന്നുള്ള കാര്യം ഓർക്കുന്നത് നല്ലതാണ്. കേട്ടിട്ടില്ലേ, മനസ്സുണ്ടെങ്കിൽ മാർഗമുണ്ട് എന്ന്? ഈശോ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ഉള്ളിൽ വെളിച്ചം തരുന്നവനാണ്. എങ്ങനെയാണ് നമ്മുടെ ഉള്ളിലെ വെളിച്ചം കെട്ടുപോയത്? പാപമാർഗത്തിലൂടെ യാത്ര ചെയ്തതുകൊണ്ടാണ്. അവൻ തൻ്റെ വിലയേറിയ രക്തത്താൽ പാപങ്ങൾ കഴുകിക്കളയുമ്പോൾ നമ്മുടെ ഹൃദയം വീണ്ടും പ്രകാശമാകും. അതുകൊണ്ടാണ് സുവിശേഷത്തിൽ പറയുന്നത്, അവനെ നോക്കിയവർ പ്രകാശിതരായി എന്ന്. അങ്ങനെ പ്രതിസന്ധികളിൽ തളർന്നു നിൽക്കാതെ, എങ്ങോട്ട് പോകണം എന്നറിയാൻ പറ്റാത്തവരെ പോലെ നിൽക്കാതെ അവൻ്റെ അടുത്തേക്ക് നമുക്ക് യാത്ര ചെയ്യാം. അവൻ നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കും, നമ്മുടെ ഹൃദയം പ്രകാശിപ്പിക്കും. നമ്മുടെ പാതയിൽ വിളക്കും വഴിയിൽ പ്രകാശവുമായി അവൻ നമ്മുടെ കൂടെ ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു ജീവിതം നയിക്കുവാനുള്ള കൃപ ലഭിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.